In the previous video, we were discussing about the small intestine, the mechanical digestion and chemical digestion that happens inside the small intestine. So, in which we were discussed about this digestion of digestion of proteins, lipids, nucleic acids, etc. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് പിക്ചറാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്റ്റൊമക്കിന് താഴെ വരുന്ന പോർഷൻ, പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ്, സർക്കുലർ മസിൽ, ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ, അത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ദെൻ മ്യൂക്കോസ, സബ് മ്യൂക്കോസ. ദെൻ വീണ്ടും അതിൻ്റെ ഉള്ളിലുള്ളൊരു പോർഷൻ എടുത്തിട്ട് എൻലാർജ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അകത്തുണ്ടാവുക. ല്യൂമൻ്റെ സൈഡിലൊക്കെ വരുന്നത് വില്ലൈ കാണാം, ഇതവിടെ താഴത്ത് കാണുന്നുണ്ട്. ദെൻ വില്ലൈ നമ്മൾ വീണ്ടും കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ മൈക്രോ വില്ലൈ കാണാം. പിന്നെ ബ്രഷ് ബോർഡർ, ഗോബ്ലെറ്റ് സെൽസ്, അബ്സോർപ്റ്റീവ് സെൽസ്, എൻഡോക്രൈൻ സെൽസ്, ലിബേക്കൻ ഗ്ലാൻഡ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ പാനേജ് സെൽസ്, നമ്മൾ ഇത്രയും നാൾ ഡിസ്കസ് ചെയ്ത എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഞാൻ ഈ പിക്ചർ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ടുഡേയ്സ് വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് അബൌട്ട് ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ, ആസ് യു നോ ദാറ്റ് ഇറ്റ് ഇസ് എ ടെർമിനൽ പോർഷൻ ഓഫ് ദ ജി ഐ ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിലോട്ടേക്ക് വരുന്നതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ആൻഡ് ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ എല്ലാ അബ്സോർപ്ഷനും കംപ്ലീറ്റ് ആവുന്നത്. എന്ന് വെച്ചാൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നോർമലി മോസ്റ്റ് ഓഫ് ദി ന്യൂട്രിയൻസും എല്ലാം അബ്സോർബ് ആയിട്ട് പോകും അബ്സോർപ്റ്റീവ് സെല്ല് വഴി. പിന്നെ അതല്ലാതെ ഏതെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ, അവിടെ റിമൈനിങ് ഉണ്ടെങ്കിൽ, റെമിനൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ലാർജ് ഇൻറ്റസ്റ്റൈൻ എടുക്കുന്നുള്ളൂ. ദെൻ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് സർട്ടൻ വൈറ്റമിൻസ് ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഫോംസ് ഫീസസ്. ഫോം ചെയ്യുക മാത്രമല്ല, അതിൻ്റെ എക്സ്പെൽഷനും വരുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ പോർഷൻ തന്നെയാണ്. ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ പിക്ചർ. ഇതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇതിൻ്റെ ഉള്ളിലായിരുന്നു സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ടായിരുന്നത്. Then about its anatomy, length is about 1.5 meters to ileum to anus, starting portion ആണ്. Then its diameter is 6.5 centimeters. Then ഇതിനെ നമുക്ക് 4 റീജിയനായാണ് ഡിവൈഡ് ചെയ്യുന്നത് നോർമലി: സീക്കം, കോളൻ, റെക്ടം ആൻഡ് എയ്നൽ കനാൽ. അത് ടോട്ടൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പോർഷൻസ് ആണ്. ദെൻ ഓക്കെ, ദിസ് ഇസ് എ ഡീറ്റെയിൽഡ് പിക്ചർ. നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഏതൊക്കെയാണ് പോർഷൻ എന്ന്. ഫസ്റ്റ് ഇവിടെ സീക്കം കാണുന്നുണ്ട്. ദെൻ പറയുന്നത് കോളനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഈ കാണുന്ന പോർഷൻ ഫുള്ള് കോളനാണ്, സിഗ്മോയിഡ് കോളൻ വരെ. പിന്നെ വരുന്നത് റെക്ടം ആൻഡ് ഏനസ്, ഏനൽ കനാലിൻ്റെ കൂടെ വരുന്നതാണ് ഏനസ് ലാസ്റ്റ് പോർഷനായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. ദെൻ ഇലിയോസീക്കൽ സ്ഫിങ്ക്ചർ ഓർ വാൽവ്. ഇലിയോസീക്കൽ വാൽവ് എന്നാണ് ഈ പിക്ചറിനകത്തുള്ളത്. ഇലിയോസീക്കൽ സ്ഫിങ്ക്ചർ ഓർ വാൽവ് എന്നാണ് നമുക്ക് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇലിയത്തിനകത്തുനിന്ന് നമ്മുടെ സീക്കം പോർഷനകത്തോട്ടേക്ക് ഫുഡിനെ പാസ് ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ദ ഗൈഡ് ദ എൻട്രി ഓഫ് ഫുഡ് ഫ്രം സ്മോൾ ഇൻറ്റസ്റ്റൈൻ ടു ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, അതിനാണ് ഇലിയോസീക്കൽ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ തൊട്ട് സൈഡ് കാണുന്നത് ഹാങ്ങിങ് ഇൻഫീരിയർ ടു ദ വാൽവ് ആസ് ദി സീക്കം. ദ ഇലിയോസീക്കൽ വാൽവിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന പോർഷനാണ് സീക്കം. ഇറ്റ് ഈസ് എബൌട്ട് 6 centimeters ലോങ്. ദെൻ അതിൻ്റെ സൈഡിൽ കാണുന്ന അറ്റാച്ച്ഡ് ടു സീക്കം എ ട്വിസ്റ്റഡ് കോയിൽ ട്യൂബ്, ദ അപ്പൻഡിക്സ് കാണുന്നുണ്ടല്ലോ. ഇറ്റ് ഇസ് ദി ട്വിസ്റ്റഡ് കോയിൽ ട്യൂബ് ദാറ്റ് ഈസ് നോൺ ആസ് അപ്പൻഡിക്സ് ഓർ വെർമിഫോം അപ്പൻഡിക്സ്. ഹാർഡ്ലി 8 centimeters ആണ് വെർമിഫോം അപ്പൻഡിക്സിൻ്റെ സൈസ് വരുന്നത്. ഓക്കെ, ഈ പിക്ചർ നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ പോർഷൻസ് എന്ന സുഖമായിട്ട് ഇത് എഴുതാൻ പറ്റും. Then next is the open end of the cecum merges with long tube. ഈ സീക്കം ഒരു ലോങ് ട്യൂബിൻ്റെ മുകളിലോട്ടേക്കാണ് മെർജ് ചെയ്യുന്നത്. ആ ലോങ് ട്യൂബിനെയാണ് നമ്മൾ പറയണത് കോളൻ. ആ കോളനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം: അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ ആൻഡ് സിഗ്മോയിഡ് പോർഷൻ. പേര് ഇവിടെ തന്നെ കാണുന്നുണ്ട്. അസെൻഡിങ് മുകളിലോട്ടേക്ക് പോകുന്നത് അസെൻഡിങ്,
ദെൻ സൈഡിലോട്ടേക്ക് പോകുന്ന ട്രാൻസ്വേഴ്സ്, താഴത്തോട്ടേക്ക് ഡിസെൻഡൻറ്റ് കോളം, ദെൻ സിഗ്മോയിഡ് കോളം. എസ് ഷേപ്പിൽ വരുന്നതാണ് സിഗ്മോയിഡ് എന്ന് പറയുന്നത്. എസിൻ്റെ താഴത്തെ പോർഷൻ വരുന്ന പോലെയാണ്. സോ ഇറ്റ് ഇസ് സിഗ്മോയിഡ് കോളൻ. ഓക്കെ, സോ ദീസ് ആർ ദി പാർട്സ്. ദെൻ അതിൻ്റെയും താഴത്തോട്ടേക്ക് വരുന്ന പോർഷനാണ് റെക്ടം. ഇറ്റ് ഈസ് ദി ലാസ്റ്റ് പോർഷൻ ഓഫ് ദി GIT, ഹാർഡ്ലി 20 സെൻറ്റിമീറ്റേഴ്സ്. അവസാനത്തെ 20 സെൻറ്റിമീറ്ററാണ് റെക്ടം എന്ന് പറയുന്ന പോർഷൻ. അതിനകത്ത് തന്നെ ടെർമിനൽ 2 to 3 സെൻറ്റിമീറ്റർ ഇസ് ദി ഏനൽ കനാൽ. ദ ഓപ്പണിംഗ് ഓഫ് ദ ഏനൽ കനാൽ ടു ദ എക്സ്റ്റീരിയർ ഇസ് ദി ഏനസ്. നിങ്ങൾക്ക് അറിയുണ്ടാവും അതെല്ലാം. ദെൻ ഏനസിനെ കൺട്രോൾ ചെയ്യുന്നത് 2 സ്ഫിങ്ക്ചർ മസിൽസ് ആണ്, ഇൻറ്റേർണൽ ഏനൽ സ്ഫിങ്ക്ചർ ആൻഡ് എക്സ്റ്റേർണൽ ഏനൽ സ്ഫിങ്ക്ചർ. എക്സ്റ്റേർണൽ ആണ് വോളണ്ടറി, ഇൻറ്റേർണൽ ഇൻവോളണ്ടറി ആണ്. അതിനകത്ത് പിക്ചറിൽ നന്നായി കാണിച്ചിരിക്കുന്നുണ്ടോ, താഴെ ഇൻറ്റേർണൽ ഏനൽ സ്ഫിങ്ക്ചർ ആൻഡ് എക്സ്റ്റേർണൽ anal sphincter, rectal valve, junction, starting of the rectum. ഓക്കെ, ഇത് മസിൽ ലെയേഴ്സ് ആണ്. അങ്ങനെയാണ് സ്ഫിങ്ക്ചർ മസിൽസും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഹിസ്റ്റോളജി. നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പറഞ്ഞ പോലെ ഇവിടെ വില്ലൈ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ മൈക്രോ വില്ലൈ കാണാൻ പറ്റും. മൈക്രോ വില്ലൈ ആർ പ്രസൻറ്റ് ഓൺ ദി അബ്സോർപ്റ്റീവ് സെൽസ്. ദെൻ അബ്സോർപ്ഷൻ ഇസ് വെരി ലെസ്, നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ലെസ് എമൗണ്ട് ഓഫ് അബ്സോർപ്ഷൻ ഇസ് ഹാപ്പൻ ഇൻസൈഡ് ദിസ് large intestine. Then there is a presence of Taenia coli. Taenia coli എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ പോർഷൻ കാണാം, മിഡിലായിട്ട് ടീനിയെ കോളി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ വരച്ച പോലെ കാണുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ടീനിയെ കോളി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ ബാൻഡ്, ദ മെനി സാക്സ് ദാറ്റ് ഇസ് ഹോസ്റ്റ്യൂറ ആൻഡ് ദ ലൊബ്യൂൾസ് ഓഫ് ദ ഫാറ്റ് ഓഫ് ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ബാൻഡാണ് ആക്ച്വലി നമ്മൾ പറയുന്നത് ടീനിയ കോളി എന്ന് പറയുന്നത്. ഒരു മിഡിൽ കൂടെ ഒരു ലൈൻ കാണുന്നുണ്ട്, ദാറ്റ് ഇസ് ടീനിയ കോളി. പിന്നെ വരുന്ന പോർഷനാണ് ഹോസ്റ്റ്യൂറ. ഇറ്റ് ഇസ് എ സീരീസ് ഓഫ് പൗച്ചസ്. ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ബൾജിങ് പോലെയാണ് കാണുന്നത്. അങ്ങനെ ഹോസ്ട്രം എന്ന് പറഞ്ഞാൽ സിംഗിൾ പോർഷനാണ് ഹോസ്ട്രം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന പോർഷനാണ് നമ്മൾ ഹോസ്ട്രം അല്ലെങ്കിൽ ഹോസ്റ്റ്യൂറ എന്ന് പറയാം. ഓക്കെ, പോർഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ മെക്കാനിക്കൽ ഡൈജഷൻ ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിക്കൽ ഡൈജഷനുണ്ട്, കെമിക്കൽ ഡൈജഷനുണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈനിന് ഡൈജഷൻ നടക്കാത്ത ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ഡൈജഷൻ നടത്തേണ്ട കാര്യമുള്ളൂ. സോ ദ എമൗണ്ട് ഓഫ് ഡൈജഷൻ ഇസ് വെരി ലെസ് ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ദ ഹോർമോൺ ഗ്യാസ്ട്രിൻ ദാറ്റ് റിലാക്സസ് ദി സ്ഫിങ്ക്ചർ. നമ്മൾ നേരത്തെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പോർഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ്ട്രിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ. അപ്പോൾ ആ വരുന്ന ഹോർമോണാണ് ഇവിടെ സ്ഫിങ്ക്ചർ മസിൽസിന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ 3 ടൈപ്പ് മൂവ്മെൻ്റ് ആണ് ആക്ച്വലി നമുക്ക് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിലുണ്ടാവുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ ഹോസ്റ്റ്യൂറൽ ചേർണിങ്, സെക്കൻഡ് ഇസ് പെരിസ്റ്റാൾസിസ് ആൻഡ് തേർഡ് ഇസ് ദി മാസ് പെരിസ്റ്റാൾസിസ്. ഹോസ്റ്റ്യൂറൽ ചേർണിങ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റ്യൂറ നിങ്ങൾ കണ്ടായിരുന്നു, ഒരു ഇങ്ങനത്തെ ഓരോ ബൾജ്ഡ് പോർഷനെയാണ് നമ്മൾ ഹോസ്റ്റ്യൂറ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഹോസ്റ്റ്യൂറൽ ചേർണിങ് എന്ന് പറയുമ്പം ഹോസ്റ്റ്യൂറ റിലാക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തോട്ടേക്ക് എന്ത് വരും, ഈ നേരത്തെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാർ അതിനകത്തോട്ടേക്ക് ഫില്ല് ചെയ്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യും, അതങ്ങ് സ്ക്വീസ് ചെയ്യും. എന്നിട്ട് അടുത്ത ഹോസ്റ്റ്യൂറയ്ക്കകത്തോട്ടേക്ക് ആ ഫുഡ് പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പാസ് ചെയ്ത് പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഹോസ്റ്റ്യൂറൽ ചേർണിങ് എന്ന് പറയാം. ദെൻ ഇവിടെ ലെസ് എമൗണ്ടിൽ പെരിസ്റ്റാൾസിസ് ഉണ്ടാകുന്നുണ്ട്, എമൗണ്ട് കുറവാണ്. ഓൺലി 3 to 12 കോൺട്രാക്ഷൻസ് പെർ മിനിറ്റ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ദെൻ ലാസ്റ്റ് ഇസ് ദ മാസ് പെരിസ്റ്റാൾസിസ്. മാസ് പെരിസ്റ്റാൾസിസ് ഹാപ്പൻ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഹാഫ് പോർഷനിലോട്ടേക്ക് ഈ ഫുഡ് ബാക്കിയുള്ള ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡെല്ലാം എത്തിക്കഴിയുകയാണെങ്കിൽ ആ ബാക്കിയുള്ള പോർഷനെ ഹാഫ് പോർഷനിൽ നിന്ന് പെട്ടെന്ന് ഇറ്റ് ഈസ് എ സഡൻ മൂവ്മെൻറ്റ്, ഇറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് കോളൻ ആൻഡ് ക്വിക്ക്ലി ഡ്രൈവ്സ് ദി കണ്ടൻറ്റ് ഇൻ ടു ദി റെക്ടം. പെട്ടെന്ന് തന്നെ അതിനെ രക്തത്തിനകത്തോട്ടേക്ക് പാസ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോസസ്സിനെയാണ് മാസ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. സോ 3 ടൈപ്പ് മൂവ്മെൻ്റ് ആണ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാകുന്നത്: ഹോസ്റ്റ്യൂറൽ ടേണിംഗ്, പെരിസ്റ്റാൾസിസ് ആൻഡ് മാസ് പെരിസ്റ്റാൾസിസ്. ദെൻ കെമിക്കൽ ഡൈജഷൻ. ഇവിടെ ഫൈനൽ ഡൈജഷനാണ് ഇവിടെ നടക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാക്ടീരിയ. കൊളോണിക് ബാക്ടീരിയ പ്രസൻ്റ് ആയിരിക്കും. കോളനിൽ പ്രസൻ്റ് ആവുന്ന ബാക്ടീരിയനാണ് നമ്മൾ കൊളോണിക് ബാക്ടീരിയ എന്ന് പറയുന്നത്.
ഇവിടെ വേറെ എൻസൈംസ് ഒന്നും സെക്രീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ എൻസൈംസിൻ്റെ സെക്രീഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇൻ കേസ് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ നോ എൻസൈംസ് ആർ സെക്രീറ്റഡ്. ദെൻ ദ കൈമസ് പ്രിപ്പയർഡ് ഫോർ ദി എലിമിനേഷൻ. ലാസ്റ്റ് പ്രോസസ്സാണ്. സോ എലിമിനേഷന് വേണ്ടിയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ആൾക്കാരെ അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയണം. ദെൻ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് കുറച്ച് ബാക്ടീരിയ, കൊളോണിക് ബാക്ടീരിയ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. സോ ആ ബാക്ടീരിയയുടെ ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയ ഇറ്റ് ഫെർമെൻറ്റ് ദ റിമൈനിങ് and release hydrogen, carbon dioxide, methane gas. When the amount is excess, it is called as flatulence. എന്ന് വെച്ചാൽ റിമൈനിങ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ആൾക്കാർ എന്തെന്ന് വെച്ചാൽ ഇത് ഫെർമെൻറ്റ് ചെയ്യും. എന്നുവെച്ചാൽ ബാക്ടീരിയ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, മീഥേൻ ഗ്യാസ് ഉണ്ടാവും. ഓക്കെ, ഈ ഉണ്ടാവുന്ന ഗ്യാസിൻ്റെ എമൗണ്ട് നോർമലി ഉണ്ടാവുകയാണെങ്കിൽ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ നമുക്ക് ഏനൽ പോർഷനിൽ കൂടെ ലാർജ്ലി ഇങ്ങനെ ഗ്യാസ് പുറത്തോട്ടേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് ഫ്ലാറ്റുലൻസ് എന്ന് പറയുന്നത്. എമൗണ്ട് കൂടുകയാണെങ്കിലാണത് ഫ്ലാറ്റുലൻസ് ആവുന്നത്. ദെൻ ഇറ്റ് കൺവേർട്ട് ദ റിമൈനിങ് പ്രോട്ടീൻസ് ടു അമിനോ ആസിഡ് ആൻഡ് ബ്രേക്ക് ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ്. സപ്പോസ് എന്തെങ്കിലും അമിനോ ആസിഡ് ബാക്കിയുണ്ടെങ്കിൽ അതിനെയും സിംപ്ലർ സബ്സ്റ്റൻസസ് ആയിട്ട് ഇവർ മാറ്റും ഈ ബാക്ടീരിയ. അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത് ഇൻഡോൾ ആൻഡ് സ്കാറ്റോൾ. ഇത് ഈ പ്രോട്ടീൻസിനെ, റിമൈനിങ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ ഇൻഡോളും സ്കാറ്റോളുമായിട്ട് മാറ്റും. ഈ ഇൻഡോളും സ്കാറ്റോളും എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്കുള്ള പ്രോസസ്സാണ്. ദെൻ ഇറ്റ് ഈസ് എലിമിനേറ്റഡ് ത്രൂ ഫീസസ്. ഈ സ്കാറ്റോളും ഇൻഡോളും ഫീസസിനകത്ത് കൂടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോയിക്കോളും. അത് നമുക്ക് ബോഡിക്ക് ആവശ്യമില്ല. എലിമിനേറ്റഡ് ത്രൂ ഫീസസ് ആൻഡ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി ഓർഡർ. അതാണ് ഈ ഫീസസിനൊക്കെ ഫൗൾ സ്മെല്ല് കൊടുക്കുന്നത്. പിന്നെ വരുന്ന രണ്ടാൾക്കാരുണ്ട്, ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് ഫാറ്റി ആസിഡ്. ഇവർ രണ്ടുപേരും എന്തെന്ന് വെച്ചാൽ അബ്സോർബ് ചെയ്യും, ബോഡിക്കകത്തോട്ടേക്ക് അബ്സോർബ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ടു ദ ലിവർ. നമുക്ക് ലിവറിനകത്തെത്തും. എന്നിട്ട് ലിവറിനകത്ത് നിന്ന് അത് കൺവേർട്ട് ചെയ്തിട്ട് ലെസ് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ട് മാറും. ആ സബ്സ്റ്റൻസിന് നമ്മളുടെ യൂറിനകത്ത് കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണേ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുള്ളൂ. അത് ഇൻഡോളും സ്കാറ്റോളും അത് ഫീസസ് വഴി പോവും. ഹൈഡ്രജൻ സൾഫൈഡും ഫാറ്റി ആസിഡും ലിവറിനകത്തെത്തിയിട്ട് ലിവറിന് വീണ്ടും ലെസ് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയി മാറും. എന്നിട്ട് യൂറിൻ വഴി പുറത്തേക്ക് പോവും. ഓക്കെ, ദെൻ ഡീകമ്പോസ് ബിലിറൂബിൻ ഇൻറ്റു സിംപ്ലർ പിഗ്മെൻറ്റ്സ്. ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ ബ്ലഡ് പഠിച്ചപ്പോൾ. അതും ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് ബാക്ടീരിയ, കൊളോണിക് ബാക്ടീരിയയാണ് അതിനെയും ഹെൽപ്പ് ചെയ്യണത്. ദെൻ സ്റ്റെർക്കോബെലിനായിട്ട് മാറും. ആ സ്റ്റെർക്കോബെലിനാണ് ഗിവ്സ് കളർ ടു ദി ഫീസസ് ആൻഡ് ബാക്ടീരിയൽ പ്രോഡക്ട്സ് അബ്സോർബ്ഡ് ഇൻ ദ കോളൻ. ഇവിടെ അബ്സോർബ് ചെയ്യപ്പെടുന്ന കുറച്ച് ആൾക്കാരെന്ന് വെച്ചാൽ വൈറ്റമിൻ കെയും അതുപോലെ വൈറ്റമിൻ ബിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇവർ രണ്ടുപേരെയും മാത്രമേ ബോഡിക്കകത്തോട്ടേക്ക് അബ്സോർബ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം മാക്സിമം എക്സ്പെൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ബോഡിക്കകത്ത് നിന്ന്. അതിന് ഡിഫിക്കേഷൻ എന്ന് പറയും. ഉണ്ടാവുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഫീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ നോർമൽ GITനെ പറ്റി പറയാനുള്ളത്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. പാൻക്രിയാസിൻ്റെ കാര്യമൊക്കെ പറയാനുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.